യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായ ഖയ്യൂമായ അല്ലാഹ്, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. യാ ഹയ്യു യാ ഖയ്യൂം. മുത്തുനബി ആ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാനെ വിളിച്ച 2 നാമങ്ങളാണ് യാ ഹയ്യു യാ ഖയ്യൂം. എന്താണ് ഹയ്യ് എന്ന് പറഞ്ഞാൽ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അത് വിളിക്കുമ്പോഴുള്ള ബോധ്യം എന്താ വേണ്ടത്? എനിക്ക് സ്വന്തമായിട്ടൊരു ജീവനുണ്ടോ? ഉണ്ടോ? എന്നിൽ ഈ പ്രകടമാകുന്നത് ആരുടെ ഹയ്യാണ്, ആരുടെ ഹയാത്താണ്? അള്ളാഹുവിൻ്റെതാണ്. ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവൻ ആര് മാത്രം? ആര് മാത്രം? അല്ലാഹ് മാത്രം. എനിക്കൊരു നിലനിൽപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റേത് മാത്രമാണ്, നമുക്കൊന്നുമില്ല. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഇസ്മുകൾ ഇസ്മുൽ ആളമാണെന്ന് പോലും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇസ്മുൽ ആളം, അള്ളാഹുവിന് 99 അസ്മാകളുണ്ട്. പ്രധാനമായിട്ട് അതിൽ ഒരു നാമം ഇസ്മുൽ ആളമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ നാമാണ്. അതിൽപ്പെട്ടതാണത്രേ യാ ഹയ്യു യാ ഖയ്യൂം. ഈ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. സ്വഹാബത്തിന്റെ പതിവാണത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് മഴയെ ചോദിക്കുമായിരുന്നു. സ്വഹാബ റളിയല്ലാഹു അൻഹു. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചെയ്ത നന്മകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ നല്ല ബോധ്യത്തോടെ, നല്ല നിയ്യത്തോടെ, അള്ളാന്റെ പ്രത്യേകമായ നോട്ടം കിട്ടണം, എന്റെ പ്രയാസങ്ങൾ ഈ സദസ്സ് കൊണ്ട് മാറിപ്പോണമെന്ന ഉറച്ച ബോധ്യത്തിലിരിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഔഖഫ്തുൽ ഉംറ അലൈഹി ബിമദീഹിൻ ബൈന യദൈഹി فوّلت الأمر إليه فاختر لرسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. നമ്മള് സംഗതി നോമ്പൊക്കെ പിടിച്ച് തറാവീഹൊക്കെ കഴിഞ്ഞ് വിത്തറൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിലും ഏത് മജ്‌ലിസിൽ നമ്മൾ ഇരിക്കണേ അല്ലേ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ഷാറ് കണ്ട് ഉറങ്ങി തൂങ്ങിയിരിക്കാൻ പാടുണ്ടോ? ഒന്ന് ഷാറായിട്ട് വിളിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് سلام وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله عليه وسلم صلى الله سلام وهناك أموت وأحيا والروح بطه تحيا فأكاد أناجي الباحيا في روض رسول الله صلى الله محمد صلى الله عليه وسلم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أصحابه البدريين رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس بسم الله الرحمن الرحيم الحمد لله الذي هدانا إلى الملة الحنيفية وأنهلنا منه ميا قوله تعالى ولقد كرمنا بني آدم عليه السلام كأسات سنية وعلنا من نقضاء خصوص قوله تعالى كنتم خير أمة أخرجت للناس سائية حنية وشرفنا بحبيبه المصطفى صلى الله عليه وسلم من الجبلة البشرية محمد المبعوث بالدين الحق المؤيدة بالآيات الباهرات العلية وسبحان من شيد أركان دينه بالنبي وأصحابه الذين وصفهم بقوله تعالى محمد رسول الله صلى الله عليه وسلم والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانه سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره واستغلظ واستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما وفضل من أصحابه المجاهدين وذلك قوله تعالى وفضل الله المجاهدين على القائدين أجرا عظيما درجات منه ومغفرة ورحمة وكان الله غفورا رحيما وفضل منهم الشهداء البدريين رضي الله الذين عنهم بذلوا لله وللرسول نفوسهم الزكية وشرفهم وجعل في قراءة أسمائهم وتوسل بهم فوائد جلية رضي الله عنهم ونفعنا بهم بالدارين ببركتهم العلية وصلى الله على سيدنا محمد وآله وصحبه وسلم تسليما كثيرا كثيرا رضي الله عن أهل البدر رضي الله عن الشهداء رضي الله جل رضي الله عن أهل البدر رضي الله عن الشهداء رضي الله عن أهل البدر رضي الله عن الشهداء നല്ല ഖൽബ് മനസ്സറിഞ്ഞ് ലയിച്ചുകൊണ്ട് തന്നെ ചൊല്ലണം. കാരണം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്താണ് ബദരീങ്ങൾ. അവരുടെ വിജയത്തിന് നിദാനമായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മഹബ്ബത്തുല്ലാഹ്, ഒന്ന് മഹബ്ബത്തുർ റസൂൽ. അള്ളാഹിനോടുള്ള പ്രണയം, റസൂലുള്ളാഹിനോടുള്ള പ്രണയം. അല്ലേ? ബദറിന്റെ നാങ്കണ ധ്വനി മുഴങ്ങി നബിയും സ്വഹാബത്തും പടക്കോരുങ്ങി നബി തൻ സഹചരെ അണിയായി നിർത്തി അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. മഹാനായ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഇങ്ങനെ പതിരിൽ നിർത്തുമ്പോൾ സവാദിന്റെ സ്വഫ് അല്പം തെറ്റാണ്. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ വയറ്റിന് ഒരു കുത്തു കൊടുത്തിട്ട് നേരെ നിൽക്കൂ സവാദ്. ആരാ പറയുന്നേ? സയ്യിദുനാ റസൂലുള്ളാഹ്. സവാദ് പറഞ്ഞെന്താ?
നബിയെ ആ ചെയ്തത് എനിക്കിഷ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് അല്ലേ? പക്ഷെ അവരുടെ മഹബത്ത്, ആ ചെയ്തത് എനിക്കിഷ്ടായിട്ടില്ല നബിയെ, എനിക്കും തിരിച്ചു കുത്തണം. സ്വഹാബത്തിന്റെ മുഖം ചുവക്കുന്നുണ്ട്. നബി, അവന്റെ തല ഞാൻ എടുക്കട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, തല ഞാൻ വെട്ടട്ടെ നബിയെ. വേണ്ട ഉമർ, വേണ്ട, എന്നെ അവൻ കുത്തിക്കോട്ടെ. സവാദ് റളിയല്ലാഹു അൻഹു കയ്യിൽ വടിയെടുത്തുണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നെ അങ്ങ് കുത്തുമ്പോ എന്റെ ശരീരത്ത് മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല, ആ മേൽവസ്ത്രം അങ്ങ് അഴിക്കണം നബിയെ. സ്വഹാബത്ത് പൊട്ടിപ്പോവാണ്, കരഞ്ഞു പോവാണ്. ആരെക്കുറിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ പറയണത്? ഉമർ വീണ്ടും ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ അവനെ കൊന്നുകളയട്ടെ നബി, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, വേണ്ട ഉമർ, ഞാൻ അഴിച്ചു തരാം. ആ ഖമീസ് ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്നത് ആരാ? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ വടിയും കൊണ്ട് ഓടി വരികയാണ് സവാദ്. വടിയങ്ങ് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുത്തുനബിയുടെ വയറിൽ തുരുതുരാ ചുംബിക്കുകയാണ് സയ്യിദുനാ സവാദ് റളിയല്ലാഹു. എന്താണ് സവാദ് കാണിക്കുന്നത്? നമ്മുടെയൊക്കെ ചെറിയ ഈ സെൻസ് കൊണ്ട് ചിന്തിക്കുമ്പോൾ ശിർക്ക് നബിയെ ഉമ്മം വെക്കുന്നു, കുനിഞ്ഞെന്ന് ഉമ്മം വെക്കുന്നു, താഴേക്ക് ചുംബിക്കുന്നു. നമ്മൾ അങ്ങനെയൊക്കെയാണ് ശിർക്കിന് മാനദണ്ഡം വെക്കുന്നത്. തുരുതുര ചുംബിക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്താണ് സവാദി കാണിക്കുന്നത്? യാ റസൂലല്ലാഹ്, ഈ ബദറിൽ ചിലപ്പോ സവാദിന്റെ അവസാനമായിരിക്കും. അബൂബക്കറിനും ഉമറിനും ഒക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് അങ്ങയുടെ അടുത്തിരിക്കാൻ. സവാദ് പുറകിലാ നബിയെ, കൊത്തിയാണ് നബിയെ അങ്ങേ ഒന്ന് തൊടാൻ, കൊത്തിയാണ് നബിയെ. സയ്യിദുനാ സവാദ്. ഈ മഹബത്തും കൊണ്ടാണ് ആ മനുഷ്യന്മാർ യുദ്ധത്തിന് ഇറങ്ങുന്നത്. പിന്നെ അവര് തകരുവോ? ബദറിന് പോകുമ്പോഴും പാട്ടുപാടാണ് മനുഷ്യന്മാർ. ഈ യുദ്ധത്തിന് മാത്രമല്ല, അങ്ങയുടെ തൃപ്തി എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ടാവും നബിയെ. സ്വഹാബാ റളിയല്ലാഹു അൻഹും മനസ്സറിഞ്ഞ് ചൊല്ലണം അവരുടെ മദ്ഹുകൾ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കേവലം ചൊല്ലിയാൽ പോരാ, ആ മഹത്തുക്കളൊക്കെ അത്ര വലിയ ദറജയിലേക്ക് എത്തിയത് അള്ളാഹിനോടുള്ള സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള പ്രണയം, ഇത് നമ്മുടെ കൽബിൽ വേണം. മുത്തുനബി എത്ര സ്നേഹിച്ചാലും ഒരു പരിധി വിടലെന്ന സംഗതിയില്ല. പരിധി വിട്ടതാണ് നമ്മുടെ നോട്ടത്തിൽ. പക്ഷെ മുഹിബ്ബീങ്ങൾക്ക് അങ്ങനെ ഒരു പരിധിയില്ല. പരിധിയില്ലാത്ത വണ്ണം സ്നേഹിക്കപ്പെടേണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്, അള്ളാന്റെ ഹബീബാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരേ ഒരു വസീലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയിലേക്ക് എത്താതെ ഒരിക്കലും അള്ളാനെ കിട്ടൂല. എനിക്ക് റസൂലുള്ളാനെ വേണ്ട, അള്ളാനെ മതി പറയാൻ പറ്റൂലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണാകണമെങ്കിൽ എന്ത് ചേർത്ത് കൊടുക്കണം? മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സറിഞ്ഞില്ല. അലാലിൽ ഇലാഹിൽ ഹംദു ഫീ കുല്ലി ലഹളതി അലാ മാ ഹദാനാ മില്ലതൻ ഖൈറാ മില്ലതി സ്വലാത്തു وكرمنا فضلا علينا بأحمد نبي الهدى محي ردى والرزية الله 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 അല്ലാഹു അലൈഹി തവക്കലു റസൂലുൻ ദഅൽ കുഫാറ ലിൽ ഹഖി ഫൽ ഊലാ ഖഫൗഹ തദൗ വൽ ഫൗസ നാലു ബിജുമലതി അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു ومن منعوا منه فأردوا وأهلكوا بأنواع تعذيب وأصناف نقمتي الله 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 حق الله 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 وأيده
المعجزات وبالأولى هم شيدوا دين الإله بنصرتي الله 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 وجادوا بأموالهم وباعوا نفوسهم لدين الهدى في كل موطن غزوته صلاة وأزكى تحياتي على المصطفى المختار بخير البريات وشرف منهم أهل بدر إلهنا بأنواع آلاء وأعلى مزيته صلاة الله على المصطفى المختار خير وفي مدحهم جاء الكتاب وسنة كفاهم لهم نص الكتاب وسنة صلاة الله على المصطفى المختار وصلى على الهادي وآل وصحبه صلاة مع تسليم رب البرية صلاة وتسليم على المصطفى المختار بخير البريات. اللهم صل وسلم. قال الله سبحانه وتعالى: ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. قال علماء السير رحمه الله: إن شهداء بدر رضي الله عنهم لم يقتل منهم إلا بضعة عشر والباقون مأجورون مثلهم، فكانوا كلهم مصداق هذه الآية الشريفة بالأحاديث الواضحة والعجج القاطعة. وأما عددهم ف13 أو 14 أو 15 أو 300 أو 363 على أقوال. وأما مناكبهم فكثيرة ولنورد نبذة منها رجاء ينزل الله علينا من بركاتهم وأن يصب علينا ينابيع نفخاتهم. ومنها ما روى بعضهم أنه خرج يريد الحج إلى بيت الله الحرام فكتم أسماء أهل بدر رضي الله عنهم في كرتاس فجعلوا في وسقفة الباب، فجاءت اللصوص إلى بيته ليأخذوا ما فيه، فلما صعدوا إلى السطح سمعوا حديثا وكعكلة السلاح، فرجعوا واتوا الليلة الثانية والثالثة فسمعوا مثل ذلك فتعجبوا وانكفوا حتى جاء الرجل من الحج، فجاء رئيس اللصوص فقال له: سألتك بالله أن تخبرني ما صنعت في بيتك من التحفظات. قال: ما صنعت في بيتي شيئا غير أني كتبت قوله تعالى: ولا يؤوده حفظهما وهو العلي العظيم، وكتبت أسماء أهل بدر رضي الله عنهم، فهذا ما جعلت في داري. فقال اللص: كفاني ذلك والحمد لله رب العالمين. رضي الله عن أهل البدر رضي الله رضي الله رضي الله عن الشهداء
റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി റളിയല്ലാഹു അനി ശുഹദാഇ. ഷാറല്ലേ അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമ്മൾ ഇന്ന് പഠിച്ചില്ലേ? ഹബീബായ തങ്ങള് കല്യാണ വീട്ടിലേക്ക് വരുമ്പോ കുഞ്ഞുമക്കള് ബദരീങ്ങളുടെ മൗലിദ് ഇങ്ങനെ പാടുക, ദഫ് മുട്ടിയിട്ട് പാടുക. അപ്പൊ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, കല്യാണ വീടുകളിൽ എന്ത് സുന്നത്തുണ്ട്? എന്തെന്ത് സുന്നത്തുണ്ട്? ദഫ്. എന്നിട്ട് ഇപ്പൊ ദഫാണോ മുട്ടണം നമ്മള് കല്യാണത്തിന്? ഇന്നലെ കണ്ട് എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചു, ഉസ്താദെ, ഇന്നലെ അല്ല 2 ദിവസമായി, എന്റെ മോക്കടെ അരികുത്ത് കല്യാണമാണ് ഉസ്താദ് ആരക്കണോ എന്നുവെച്ചാൽ എന്ത് കല്യാണമാണ് പണി? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അരികുത്ത് കല്യാണം. ഓരോ സംഗതികളും ഇങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്, ഓരോന്ന് കണ്ടുപിടിക്കുകയാണ് കല്യാണത്തിന്റെ പേരിൽ. എന്നിട്ട് ആണും പെണ്ണൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ ഒരലിൽ കുത്തുക. ഇത്ര മോശമാണത്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ കല്യാണം എന്താണ്? അള്ളാഹുവിനുള്ള ആരാധനയാണ് അല്ലേ? മുത്തുനബിയോടെ അരികുത്തിയത്, എന്നാ റസൂലുള്ളാഹിന്റെ സുന്നത്തായ ദഫ് മുട്ടിൽ, അതൊന്നും കല്യാണത്തിന് ഓൾഡ് ഫാഷനാണ്, അതൊന്നും കൊള്ളൂല, പറ്റൂല നമുക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളോട് സ്നേഹം വേണം. സ്വഹാബത്ത് അങ്ങനല്ലേ? ആ സ്നേഹമാണ് അവർ അത്രമേൽ ഉയർത്തിയത്. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിലാണ് സ്നേഹിച്ചുകൊണ്ട് സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ പറ്റും. സ്നേഹിച്ചുകൊണ്ടുള്ള അനുധാവനം. കേവലം താടിയുടെ മതമല്ല അള്ളാന്റെ മതം. നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുള്ളത് കുറച്ച് താടിയും ഞെരിയാണിയുടെ മേലെയുള്ള പാൻറ്റും, ഇതാണ് ഇസ്ലാം എന്നാണ്. ഇതൊക്കെ സ്നേഹത്തോടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുമ്പോഴാണ് അതിൽ മഹബത്ത് ഉണ്ടാവുള്ളൂ, അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വെട്ടിക്കൂട്ടി കുറച്ച് താടിയും വെച്ച് ഞെരിയാണിയുടെ മേലെ വസ്ത്രം ഇട്ട് കിടന്നാൽ അതാണ് ദീൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. സ്നേഹത്തോടെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകണം, സ്നേഹത്തോടെ ഉണ്ടാകണം. ഇത് വെച്ചില്ലെങ്കിൽ പടച്ചോൻ എന്നെ പിടിച്ച് അടങ്ങേറാക്കും. ബഹുഭൂരിഭാഗം അങ്ങനെയല്ലേ? നമ്മളിൽ എവിടെയാണ് മഹബത്തുള്ളത്? നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഓട്ടോമാറ്റിക്കലി നിസ്കാരത്തിന് ജമാഅത്തിന് വരുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഓട്ടോമാറ്റിക്കലി തഹജ്ജുദിന് എഴുന്നേക്കുന്ന എത്ര പേരുണ്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തസ്ബീഹിന്റെ എണ്ണം 1000 കല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ് തസ്ബീഹ് ചൊല്ലാൻ. നമുക്ക് സ്വന്തമായിട്ടൊരു തസ്ബീഹുള്ള എത്ര പേരുണ്ട് കയ്യിൽ? ഇനി ഉണ്ടായിട്ട് ദിക്ർ ചൊല്ലുന്ന എത്ര പേരുണ്ട്? ഇനി ചൊല്ലുന്നവർ തന്നെ കൽബിൽ തട്ടിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലുന്ന എത്ര പേരുണ്ട്? അള്ളാഹിനെ മഹബത്ത് വെച്ചുകൊണ്ട് ചൊല്ലുന്ന എത്ര പേരുണ്ട്? അപ്പൊ നമ്മളിൽ ആത്മീയത വറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മഹല്ലിലാകട്ടെ, പല മഹല്ലുകളിലും സംഭവിക്കുന്ന ഏറ്റവും വലിയ ശോഷണം എന്താണ് ഇന്നത്തെ കാലത്ത്? ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ശോഷണം വിദ്യാഭ്യാസം ഇല്ലായ്മ എന്നല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. ആത്മീയമായ ശോഷണം സംഭവിച്ചു പോകുന്നുണ്ട്. ആത്മീയമായ ശോഷണം. പഴയ കാലത്ത് ഒരുപാട് ആളുകളുടെ വീട്ടിലും സമാധാനം ഉണ്ടായിരുന്നു. ഇത് 2 ആളുകളുടെ വീട്ടില് സമാധാനമില്ല. എന്തേ കാരണം? ഇന്ന ബൈതൻ അൽത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. പുണ്യനബിയുടെ മദ്ഹുള്ള വീട്ടിൽ മറ്റൊരു വെളിച്ചം ആവശ്യമില്ല. ആ റസൂലുള്ള തന്നെ വെളിച്ചമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാന്റെ മദ്ഹില്ല, ഖുർആൻ പാരായണമില്ല, ഒന്നിച്ചിരുന്നുള്ള യാസീൻ പാരായണമില്ല, ഒന്നുമില്ല. ആത്മീയത ഒക്കെ വറ്റിപ്പോയി. എന്നിട്ട് നമ്മൾ കുറെ നിസ്കാരം എന്നുള്ള പേരിൽ ഇങ്ങനെ തലകുത്തി മറിയാണ്. ഖൽബിൽ മഹബത്തില്ലാതെ, തഖ്വയില്ലാതെ എന്ത് നിസ്കാരം? ആ നിസ്കാരത്തിൽ പോലും ഒരു ആസ്വാദനം ഉണ്ടാവൂല. അപ്പൊ നമ്മളിൽ ഏറ്റവും വലിയ ശോഷണം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ സംഗതിയൊക്കെ വറ്റിപ്പോയി എന്നാണ്. നമ്മുടെ വിചാരം ചെറിയ താടി വെച്ച് നമ്മൾ വലിയ മുസ്ലിമായി എന്നാണ്. അല്ല, ഖൽബിൽ ഈമാനില്ലാതെ എന്ത് താടി, ഖൽബിൽ ഈമാനില്ലാതെ എന്ത് തൊപ്പി, ഖൽബിൽ ഈമാനില്ലാതെ എന്ത് തലപ്പാവ്? ഒരു കാര്യമില്ല. ഈമാൻ വേണം. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ റബ്ബ് നമ്മുടെ ഖൽബ് തുറന്നു നൽകുമാറാകട്ടെ. സാദാതീനൽ കുബ്റാ മിൻ ശുഹദാ അർദി ബദ്രിൻ അദ്ദ റംലി സറാ മൗലായ സ്വല്ലി വസല്ലം
هم جند فضل وإحسان ومكرمة هم شيدوا ملة المختار من مضرى مولاي صل وسلم دائما أبدا على حبيبك بالخلق كلهم شموس دين الهدى بدور ملتنا يا حبذا القوم حقا ما لهم نظرا مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم هم شجاع القلب في حرب ومعركة فهود حتف على الكفار والأمراء مولاي صل وسلم الله على حبيبك خير دانت لديهم رقاب الكفر واضطربت لصولة منهم الأبطال والبصراء مولاي صل وسلم دائما على حبيبك خير وسل حنينا وسل بدرا وسل أحدا أنواع تعذيبهم والحتف كيف جرى مولاي صل وسلم دائما أبدا هم الرجال بلا هم الجبال بلا كالدهر في همة بل سادة كبرى مولاي صل وسلم دائما أبدا يكرم بهم فتية تمت فضائلهم وعم آلاؤهم للخلق دون ميرا مولاي أبدا على حبيبك خير فنسأل الله خلاق الأنام بهم وسيدي المصطفى أن يقضي الوطر مولاي صل دائما على حبيبك وأن ينجي من كل البلاء ومن الآفات في الدين ودنيا ومن سقر مولاي صل دائما على حبيبك ثم الصلاة على هذا النبي وآله والصحابة ما بدر السماء ثرى مولاي دائما أبدا على حبيبك بالخلق
يا رب سيدنا خير الورى سندا حصل مقاصدنا ذا الجود والكرم مولاي على حبيبك خير كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي നമ്മുടെ മഹല്ലിലെ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് വല്യമ്മമാരും വല്യപ്പന്മാരൊക്കെ എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിച്ചിരുന്ന കുറേ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ ഉണ്ട് അല്ലേ? മരിക്കാൻ നേരത്ത് അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞങ്ങ് മരിച്ചുപോയി. എന്നാൽ ഇതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളൊക്കെ മരിക്കുന്നുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഭാഗ്യം കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്താ എൻ്റെ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കാവോ? എൻ്റെ വാപ്പാന്ന് വിളിക്കാവോ? പറ്റുമോ? എൻ്റെ വാപ്പാ ഒരു പ്രയാസം വരുമ്പോ എൻ്റെ ഉമ്മച്ചി ശിർക്കാവോ? നിങ്ങൾ പറയണില്ലല്ലോ. ശിർക്കാവോ? പിന്നെ എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ശിർക്കാനുള്ള കാരണം എന്താ? അങ്ങനെ ഉണ്ടോ ഒരു ശിർക്ക്? മരിച്ചുപോയ ശിർക്കാവോ? ഇപ്പൊ എൻ്റെ മരിച്ചുപോയ ഉമ്മാനെ ഞാൻ ഇങ്ങനെ വീഴാൻ പോകുമ്പോ എൻ്റെ ഉമ്മോ ശിർക്കായോ? ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ? എന്തേത് ഇപ്പൊ അതെന്താ മരിച്ചുപോയില്ലേ? ഇപ്പോ നമ്മൾ ശരിക്കും തൗഹീദ് പഠിക്കണം കേട്ടോ. നമ്മുടെ ഖൽബിൽ തൗഹീദ് വേണം, യഥാർത്ഥ തൗഹീദ് വേണം. ശരിക്കും ഞാൻ ഒരു 10 മിനിറ്റ് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഖൽബ് കൊണ്ട് കേൾക്കോ? നിങ്ങൾ പറയണില്ല, കേൾക്കോ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും. ബദരീങ്ങളെ കുറിച്ച് പറയാണ്. ബദരീങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ബദരീങ്ങൾ കൊന്നത് ഞാനാണ്. ആരാ പറയണേ? കൊന്നതാരാണ്? ഖുർആനിൽ അല്ലാഹു പറയുന്നു ബദറിൽ കൊന്നത് ഞാനാണ്. ചരിത്രം പറയുന്നത് എന്താ? കൊന്നതാരാ? ബദരീങ്ങളാ. എന്താ മനസ്സിലായത്? ഇനി വേറൊരു സംഗതിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ 2 തവണ മണലിങ്ങനെ വാരി എറിഞ്ഞിട്ടുണ്ട്. അല്ലേ? എനിക്കറിയാൻ പാടില്ലേ? അല്ലേ? മണൽ വാരി എറിഞ്ഞിട്ടില്ലേ? ഒരു സന്ദർഭം എപ്പോഴാണ്? ഹിജ്റക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പുറത്തിങ്ങനെ ശത്രുക്കൾ മുത്തുനബിയെ കൊല്ലാൻ കാത്തു നിൽക്കുമ്പോൾ അവിടെ നിന്നിങ്ങനെ ഒരു പിടി മണ്ണ് വാരിയിട്ട് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ എറിയുമ്പോൾ എന്ത് സംഭവിച്ചു? ശത്രുക്കളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി അതിലൂടെ സുഖമായിട്ട് നടന്നുപോയി. ഇതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എന്താ പറയണേ? വമാ റമൈത ഇദ് റമൈത. നബിയെ, അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഗതി ചിന്തിച്ച് ഞാൻ പിടികിട്ടാത്തൊരു മേഖലയാണ്. വമാ റമൈത ഇദ് റമൈത. അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമാ. അള്ളയാണ് എറിഞ്ഞത്. ഇതിന്റെ ആഴങ്ങളിലേക്ക് വേറെ ആശയങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഇവിടെ എന്താ ഈ സംഗതിയെങ്കിലും നമുക്ക് പിടിയിട്ടണ്ടേ. വമാ റമൈത ഇദ് റമൈത. അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമാ. എറിഞ്ഞത് ആരാണ്? ഇപ്പൊ എന്താ ഈ പറയണത്? എന്താ സംഗതി? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും ബദരീങ്ങളാണെങ്കിലും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ? നമുക്കുണ്ടോ സ്വന്തമായിട്ട് കഴിവ്? ഈ മഹത്തുക്കളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് ആരാണ്? അവർക്കിടയിൽ ഭൗതികം അഭൗതികം എന്നുള്ളൊരു വേർതിരിവ് അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ വാക്കുകൾ നോക്ക്. വമാ റമൈത ഇദ് റമൈത.
അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. മുത്തുനബിയുടെ ആ എറിയൽ പോലും ആരേറ്റെടുക്കാണ്? എന്റെ നബിയെ എന്ന് വിളിച്ചാൽ എന്നെ സഹായിക്കാൻ സ്വന്തമായിട്ട് റസൂലുള്ളാഹിക്ക് കഴിവുണ്ടോ? ആ നബിയിലൂടെ ആരാണ് എന്നെ സഹായിക്കുന്നത്? അല്ലാഹ് കൊടുത്ത കഴിവ്. അല്ലെങ്കിൽ ആ മുത്തുനബിയിലൂടെ യഥാർത്ഥത്തിൽ എന്നെ സഹായിക്കുന്നത് ആരാണ്? അപ്പൊ മുത്തുനബിക്കോ മുഹീദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹുവിനോ ബദരീങ്ങൾക്കോ സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? അപ്പൊ അവരിലൂടെ വെളിവാകുന്നത് ആരുടെ കുദറത്താണ്? അത് ഈ മുഅ്ജിസത്ത് കറാമത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി തീരുന്ന പ്രശ്നമുള്ളൂ. ഇതൊക്കെ കുറെ അനാവശ്യ ചർച്ചകൾക്ക് വിധേയപ്പെടുത്തുന്ന സംഗതിയാണ്. മുഅ്ജിസത്താകട്ടെ കറാമത്താകട്ടെ ഇതൊക്കെ ഖുദ്റത്തുൻ ഇലാഹിയ, അള്ളാന്റെ സാധാരണ രീതിയിലുള്ള കുദറത്തിനെ അസാധാരണ രീതിയിലേക്ക് മാറ്റുന്ന സംഭവമാണ് മുഅ്ജിസത്ത് കറാമത്ത് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ മണ്ണൊക്കെ വാരി എറിഞ്ഞിട്ടില്ലേ ചെറുപ്പത്തിലെ, ഇല്ലേ? എന്നിട്ട് ആരെങ്കിലും ഒക്കെ കണ്ണിന്റെ കാഴ്ച പോയോ? എന്തേ പോവാഞ്ഞ്? നിങ്ങൾ പറയണില്ല എന്തേ പോവാഞ്ഞ്? ഇതിപ്പോ കറാമത്തുമില്ല, നമുക്കുള്ള പിറപ്പാണ്, അത് പറയണ്ട. എന്ത് കറാമത്താന്നത് പറയണ്ട. കണ്ണിൽ പൊടി പോകുന്നല്ലാണ്ട് കണ്ണിന്റെ കാഴ്ച പോവൂ? അവിടെ ഒരു മൂടലുണ്ടാവോ? അവർക്ക് കാണാൻ പറ്റാതാവോ നമ്മളെ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീയുടെ സ്വഭാവം എന്താണ്? ഖുദ്റത്തുൻ ഇലാഹിയ, ഇലാഹിയായ അതിന്റെ സാധാരണ സ്വഭാവം എന്താണ്? കരിക്കല. പക്ഷെ അതിനെ അസാധാരണ രീതിയിലേക്ക് ആര് മാറ്റി? അല്ലാഹ് മാറ്റി. നമ്മൾ പറയുമ്പോ എന്താ പറയാ? ഇബ്രാഹിം നബിയെ തീകരിച്ചില്ല, അത് ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്താണ്. അത് ഇബ്രാഹിം നബി പറഞ്ഞിട്ട് തീകരിക്കാഞ്ഞതാണോ? ഇബ്രാഹിം നബിയിലൂടെ പ്രവർത്തിച്ചതാരാ? ഈ സംഗതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതും മനസ്സിലാക്കി ഇവിടെ ശിർക്കും തൗഹീദും ക്ലിയർ അല്ലേ? നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ. ഇബ്രാഹിം നബിയെ രക്ഷിച്ചതും ഇബ്രാഹിം നബിയുടെ തീകുണ്ടാരത്തെ തണുപ്പാക്കി മാറ്റിയതും അല്ലാഹു റബ്ബുൽ ആലമീൻ. വേണ്ട, കഅബ തവാഫ് ചെയ്തിട്ടുള്ള ആരെങ്കിലും കൊണ്ട് എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ട്? ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. കഅബയുടെ അടുത്തൊരു കല്ലുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എന്താണ് ആ കല്ലിന്റെ പേര്? ഹജറുൽ അസ്വദ്. അസ്വദിന് ഒരർത്ഥം എന്താണ്? നേതാവ് എന്നുള്ളൊരർത്ഥമുണ്ട്. കല്ലുകളുടെ ഒക്കെ നേതാവാണെന്ന്. മറ്റൊരർത്ഥം അങ്ങേറ്റം കറുത്തതാണെന്ന്. ഈ കല്ലിന്റെ പ്രത്യേകത എന്താ? ഈ കല്ല് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നബിതങ്ങൾ ചെയ്തതെന്താ? അവിടുത്തെ കവിളിങ്ങനെ ആ കല്ലിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചുംബിക്കാൻ, എന്നിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. സാധാരണ കല്ലിനില്ലാത്ത എന്ത് പ്രത്യേകത കല്ലിനുള്ളത്? എന്ത് പ്രത്യേകത കല്ലിനുള്ളത്? ഹാഫിദ് ഇബ്നു അസാക്കിർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി അൽ ഹജറുൽ അസ്വദ് യമീനുല്ലാഹി ഫിൽ അർള്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാല് ഭൂമിയിലെ പടച്ചോന്റെ വലത്തെ കൈയാണ് എന്ന്. ആലങ്കാരികമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഭൂമിയിലെ പടച്ചോന്റെ വലത്തെ കൈ. ആരെങ്കിലും ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ അള്ളാന്റെ കൈ ചുംബിക്കുന്നത് പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ കല്ലിനെ ചുംബിക്കാറുണ്ടോ? ആ കല്ലിന്റെ മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ ഹജറുൽ അസ്വദ് കാണുമ്പോൾ ഹജറുൽ അസ്വദ് ഇങ്ങോട്ട് വന്നേ, ഞാൻ കുനിഞ്ഞു കഴിഞ്ഞാൽ ശിർക്കും, അതുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങോട്ട് വാട കല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചാണ് നിങ്ങൾ ചുംബിക്കണത്. അല്ലപ്പോ മറ്റ് സൃഷ്ടിയുടെ മുമ്പിൽ കുമ്പിടാൻ പാടില്ല, അതൊരു ശിലയല്ലേ, അപ്പൊ കുമ്പിട്ടാൽ ശിർക്കാവൂലേ? ഈ കുമ്പിടലിലും കിടക്കലിലും എഴുന്നേക്കലിലും ഒക്കെയാണ് ശിർക്കുള്ളത്. ആണോ? വിശ്വാസം ക്ലിയർ ആവണ്ടേ? ഇപ്പൊ ഹജറുൽ അസ്വദ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പിടിച്ചു വലിച്ച് നമ്മുടെ മുഖത്തോട് അടുപ്പിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം? ഹജറുൽ അസ്വദ് ചുംബിക്കണമെങ്കിൽ കുമ്പിടണം. വേണോ വേണ്ടേ? അപ്പൊ ശിർക്കല്ലേ ആകണത്? അള്ളാന്റെ തൃപ്തിയാ കിട്ടണത് അല്ലേ? ആണോ അല്ലേ? ഇനി വേണ്ട, നമ്മൾ ഹജറുൽ അസ്വദ് കവിൾത്തടം ചേർത്ത് വെച്ച് ചുംബിക്കണം. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കൈ കൊണ്ട് തൊട്ടിട്ട്, എന്റെ കൈ എന്തിനു കൊള്ള? നമ്മുടെ സ്വയം ഈ കൈ എന്തിനു കൊള്ള? ഈ ഹറാമ് ചെയ്യണ ഈ കൈ എന്തിനു കൊള്ള? എന്നാൽ ആ ഹജറുൽ അസ്വദ് തൊട്ടപ്പോ എന്റെ കൈ എന്തായി? ബറക്കത്തുള്ള കൈയായി. ഉമ്മ കണ്ടോ? ഒരു കല്ലിന്റെ വർക്കത്തെ, ഒരു കല്ലിന്റെ വർക്കത്ത്. ഇനി അങ്ങനെ തൊടാൻ പറ്റിയില്ലെങ്കിലോ? കിതാബുകളിൽ കാണാം, ഒരു വടി കയ്യിൽ പിടിച്ചിട്ട് ആ വടി കൊണ്ട് തൊട്ടിട്ട് ആ വടി ചുംബിക്കണം. ഇന്നിപ്പോ അത് പറ്റൂല. ആ വടി, സാധാരണ വടി എന്തായി മാറി? ബറക്കത്തുള്ള വടി. ഇനി അതൊന്നും പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്യണം? ദൂരെ എന്നിട്ട് ആ കല്ലിന്റെ നേരെ ഇഷാറത്താക്കണം, ഇങ്ങനെ തൊടുന്നത് പോലെ കാണിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, കൊടിയ ശിർക്ക്. ഇതാണോ അപ്പൊ ശിർക്ക്? ഇത് ശിർക്കാണോ തൗഹീദാണോ? നിങ്ങൾ പറയും, ശിർക്കാണോ തൗഹീദാണോ? എന്ത് ശിർക്കാത്ത്? ഒരു കല്ലല്ലേ അത്? അള്ളാന്റെ ബറക്കത്തുള്ളൊരു കല്ലായി.
അങ്ങനെയാണെങ്കിൽ എന്ത് ബറക്കത്തുണ്ടെങ്കിലും ഒരു കല്ലല്ലേ? ഈ കല്ലാണോ ഹബീബ് റസൂലുള്ളാഹ് തങ്ങളാണോ വലുത്? നിങ്ങൾ പറയണില്ല. ഈ കല്ലാണോ തങ്ങളാണോ വലുത്? അവിടുന്ന് അഷ്റഫുൽ ഖൽഖല്ലേ? ആ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് ചെന്നിട്ട് ആ മുത്തുനബിയുടെ മുമ്പിൽ ഒന്ന് ചുംബിക്കുമ്പോൾ ശിർക്ക് അങ്ങനെ ഒരു ശിർക്കുണ്ടോ? ഉണ്ടോ? അപ്പോഴും ലാ ഹൗല വലാ ഖുവത ലാ ഇലാഹ, ഇങ്ങനെ തന്നെ, അതിലൊരു മാറ്റമില്ല. അള്ളാന്റെ ഹബീബാണ്, അള്ളാന്റെ ഹബീബാണ്, അള്ളാന്റെ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാൻ, എന്റെ നേതാവാണ്. ആ സ്നേഹത്തോടെ എന്റെ മുത്തുനബിയെ ചുംബിക്കാതെ പോയാൽ എത്ര വലിയ മോശത്തരാണത്. സ്വഹാബത്ത് ചുംബിച്ചില്ലേ? മണ്ണ് വാരി തലയിലിട്ടില്ലേ? ആ കബറിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞില്ലേ? അപ്പൊ ശിർക്കും തൗഹീദും ഇതിലൊന്നുമല്ല, അത് തിരിയാതെ പോയതാണ്. അള്ളാഹുവാണ് എല്ലാം നൽകുക. അതാണ് നബിയെ അങ്ങെറിഞ്ഞിട്ടില്ല, അങ്ങെറിഞ്ഞിട്ടില്ല, എറിഞ്ഞത് ഞാനാണ്. നമ്മളെ സഹായിക്കുന്നത് മുത്തുനബിയോട് ചോദിച്ചാലും മുത്തുനബിയിലൂടെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ കല്ലിന്റെ വില പോലും മുത്തുനബിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ മമ്പൂറപ്പൂ മഖാമിലെ പോയിട്ടുണ്ടോ? മമ്പുറത്തുങ്ങള് ആ മമ്പുറന്തങ്ങള് ആണോ വലുത്? ഹജറുൽ അസ്വദ് ആണോ വലുത്? ഒരു ഏത് കല്ലാണെങ്കിലും അള്ളാഹുവിന്റെ ഉന്നത സൃഷ്ടികളായ ആ സൃഷ്ടികളിൽപ്പെട്ട അള്ളാഹുവിലേക്ക് മുഖറബുകളായ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ ഉണ്ടല്ലോ, അവരെക്കാൾ താഴെയാണ് മലക്കുകൾ പോലും. കല്ലാണോ മമ്പുറന്തങ്ങളാണോ വലുത്? ആ കല്ലിനെ ചുംബിക്കാം. മമ്പുറന്തങ്ങളുടെ കബറിലേക്ക് ഒരു ചുംബനം കൊടുത്താൽ അത് ശിർക്കാകുന്നത് എങ്ങനെയാണ്? ഖുർആനില് മക്കത്തെ മുശ്രിക്കീങ്ങളെ ഉദ്ദേശിച്ചിറക്കിയ മുഴുവൻ ആയത്തുകളും ഈ പാവപ്പെട്ട യഥാർത്ഥ മുഅ്മിനീങ്ങളായ സുന്നികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. പാവപ്പെട്ട പുത്തൻവാദികൾ നല്ലവരാണ്, അറിവില്ലാത്തവരാണ്, സാധുക്കളാണ്. അള്ളാഹു അവർക്കും ബുദ്ധി കൊടുക്കട്ടെ, ഹിദായത്തിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ഉമ്മത്ത് മുസ്ലിമിനെ മുശ്രിക്കാക്കിയിട്ട് എന്ത് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? എന്ത് അമല് ചെയ്തിട്ട് എന്ത് കാര്യം? ആ കൽബിൽ തഖ്വ കിട്ടുമോ? ഉമ്മത്തിനെ മുശ്രിക്കാക്കിയിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയാൽ തൗഹീദ് എന്താണെന്ന് ആസ്വദിക്കാൻ പറ്റുമോ? യഥാർത്ഥ തൗഹീദിന്റെ വാതിലൊക്കെ അവർക്ക് മുമ്പിൽ അടഞ്ഞുപോയിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിൽ സൂറത്തുർ റഅദിൽ പറയുന്നുണ്ട്, ഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹ് മനുഷ്യന്മാർക്ക് സംരക്ഷകരായി കുറച്ച് ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹ് ആരെ ഏർപ്പാടാക്കി? അള്ളാഹ്ക്ക് പറ്റാത്തോണ്ടാണോ അത്? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പല സംഗതികൾ അള്ളാഹ് വിട്ടുകൊടുക്കും. ഉടമാരാണ്, കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കും. അത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. അങ്ങനെയല്ലേ? നമ്മളന്നൊരു ഉദാഹരണം പറഞ്ഞില്ലേ, നമുക്കൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഒരു ജോലിക്കാരൻ വന്നു, അവനിങ്ങനെ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ പലതും തുറന്നിട്ടിട്ടും അവൻ പൈസ ഒന്നും എടുക്കണില്ല. ഞാനിങ്ങനെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. താഴെ പൈസ ഇട്ട് നോക്കി, അതൊന്നും മോഷ്ടിക്കണില്ല, ആള് പക്കയാണ്. അങ്ങനെ ഒരുത്തിന് ഞാൻ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ഹോട്ടലൊക്കെ നീ നോക്കിക്കോ, എനിക്ക് വേറെ പരിപാടിയുണ്ട്. ഞാൻ ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്താണോ? എനിക്ക് ഇവനെ വിശ്വാസമായപ്പോ എന്റെ പല സംഗതികളും ഞാൻ അവനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ എന്റെ മുദബ്ബിറായി. അവൻ എന്റെ ലോകത്തിന്റെ, എന്റെ ഹോട്ടലിന്റെ മുദബ്ബിറായി. ആര് മാറി? ആ ജോലിക്കാരൻ മാറി. ഇത്രയേ ഉള്ളൂ അതിൽ. ഇവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെ അള്ളാഹ് കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സൂറത്തുർ റഅദിൽ അള്ളാഹ് പറയാം, യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. യഹ്ഫളൂനഹു, ഇങ്ങനെ യഹ്ഫളൂനഹു, അവരെ ഇവർ സംരക്ഷിക്കും. അള്ളാഹ് സംരക്ഷിക്കും എന്നല്ല പടച്ചോൻ പറഞ്ഞത്, അവരെ ഇവർ സംരക്ഷിക്കും. എവർ, ആ എവർ എന്നുള്ള സംഗതി അള്ളയല്ല. ഏതായാലും ഇവർ എന്ന് പറഞ്ഞ അള്ളയാണോ? അല്ല, മലക്കുകളാണെന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, മലക്കുകൾ അള്ളയാണോ? അള്ളയല്ലാത്ത സൃഷ്ടികളല്ലേ? എന്നാൽ ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ റസൂലാകാം, സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളാകാം. അവർ ഇവരെ സംരക്ഷിക്കാനുണ്ടാകുമെന്ന് സൂറത്തുർ റഅദിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അവർ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാലും അവരിലൂടെ സംരക്ഷിക്കുന്നത് ആരാണ്? മറ്റൊരായത്ത് നിങ്ങൾ നോക്ക്, സൂറത്തുൻ നിസാഇന്റെ 8-ാമത്തെ ആയത്ത്. പാവപ്പെട്ടവരെ, അഗതികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ഫർസുഖൂഹും മിൻഹു വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. ഭക്ഷണം തരുന്നത് ആരാ? റാസിക്കാരാണ്. അള്ളാഹ് പറയാണ്, ഫർസുഖൂഹും, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഫർസുഖൂഹും, ഞാൻ തന്നതിൽ നിന്ന് കൊടുക്കണമെന്നല്ല. ഫർസുഖൂഹും, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനല്ലേ? ഇതാണ് വമാ റമൈത ഇദ് റമൈത. അങ്ങ് എറിഞ്ഞിട്ടില്ല നബി, എറിഞ്ഞതാരാണ്?
ഭക്ഷണം അവര് കൊടുത്താലും യഥാർത്ഥ റാസിക്കാരാണ്, അവരിലൂടെ നൽകുന്നതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെയാണ്. അല്ലാഹു പറയാം, നബിയെ അങ്ങ് പറഞ്ഞില്ലേ ഒരു സന്ദർഭം, അങ്ങ് പറഞ്ഞ സന്ദർഭം, അയാളോട് പറഞ്ഞ സന്ദർഭം. ആരാണത്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസയോട് അങ്ങ് പറഞ്ഞ സന്ദർഭം ഓർക്കുന്നില്ലേ നബിയെ? സൂറത്ത് അഹ്സാബിന്റെ 37-ാമത്തെ ആയത്താണ്. സെയ്ദ് ബിൻ ഹാരിസയോട് അങ്ങ് പറഞ്ഞത് ഓർക്കുന്നില്ലേ നബിയെ? അല്ലദീ അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി. ആ മനുഷ്യനെ അല്ലാഹ് അനുഗ്രഹിച്ചു, അങ്ങും അനുഗ്രഹിച്ചു. ആരൊക്കെ അനുഗ്രഹിച്ചു? അല്ലാഹുവും അനുഗ്രഹിച്ചു, മുത്ത് നബിയും അല്ലെ നബിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്ന് പറയും. അനുഗ്രഹക്കാരോട് മാത്രം. ഓ, അപ്പൊ ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടേ കളയോ? സൂറത്ത് അഹ്സാബിന്റെ 37-ാമത്തെ ആയത്താണ്. അല്ലദീന അൻഅമല്ലാഹു അലൈഹി, അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ. വ അൻഅംത അലൈഹി, അങ്ങും അനുഗ്രഹിച്ചിട്ടുണ്ട് നബിയെ. ആ അനുഗ്രഹങ്ങളുടെ ഉടമ ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്റെ നബിയെ, എന്റെ ബദരീങ്ങളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ അവരിലൂടെ എന്നെ സഹായിക്കുന്നത് ആരാണ്? ആ ബോധ്യത്തിൽ അല്ലേ ലയൻസിലന്ന ഈസാ, സ്വഹീഹായ ഹദീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈസാ നബി ഇറങ്ങി വരും, ദജ്ജാലിനെ കൊല്ലും, പന്നികളെ കൊല്ലും, ഇതൊക്കെ ചെയ്തിട്ട് തുമ്മല ഇൻ ഖാമ അലാ ഖബരി, എന്റെ ഖബറിന്റെ അടുക്കൽ വരും. ഫഖാല യാ മുഹമ്മദൂ, മുഹമ്മദ് നബിയേ എന്നൊരു വിളി അങ്ങ് വിളിക്കുമ്പോ ല ഉജീബന്നഹു, തീർച്ചയായും ഞാൻ ഉത്തരം കൊടുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരുത്തരം കൊടുക്കും? ഞാൻ ഉത്തരം കൊടുക്കും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി ബിലാലുൽ മുസ്നി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് വിളിക്കുന്നത് എന്താ? യാ റസൂലല്ലാഹ്, നബിയായവരെ, ഉമ്മത്തിന് മഴയില്ല നബിയെ, മഴ ചോദിച്ചു വാങ്ങിത്തരണേ നബിയെ. നമ്മൾ വെറുതെ മൗലിദ് ചൊല്ലി പോയിട്ട് കാര്യമില്ല. നമ്മൾ കൊല്ലം ചൊല്ലുന്നുണ്ട്. എന്താണ് ചൊല്ലിയത്? നമ്മളോട് ഒരുത്തൻ വന്നിട്ട് നമ്മുടെ മനസ്സിൽ ഈമാൻ വസ്വാസാക്കുമ്പോ അങ്ങനെയല്ലടോ, ഇതിങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? അല്ലാതെ നമ്മൾ ഒരേ ഇങ്ങനെ മൗലിദ് ചൊല്ലിപ്പോയിട്ട് എന്ത് കാര്യം? സംഗതി മനസ്സിലാകണ്ടേ, ഈമാൻ ഉറക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ എന്റെ ബദരീങ്ങളെ, ആ ബദരീങ്ങളെ എന്നുള്ള വിളി ശിർക്കല്ല, അത് തൗഹീദിന്റെ അങ്ങേയറ്റാണ്. അള്ളാനെയും റസൂലിനെയും സ്നേഹിക്കുന്ന അസ്ഹാബുൽ ബദരീങ്ങളെ മഹബത്ത് വെക്കുന്നവർക്കല്ലാതെ വായിൽ നിന്ന് ആ വിളി പുറത്തേക്ക് വരൂല. അപ്പൊ നമ്മൾ മഹബത്തുള്ളവരാണോ? ആണോ? അല്ലേ? മനസ്സറിഞ്ഞ് ചൊല്ലിക്ക്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ, ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഹൈറായ പാതയിൽ നീങ്ങുവാൻ, ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഒരു ചോദ്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ലാഹ് നമ്മുടെ എവിടെയുണ്ട്? കണ്ഠനാടിയേക്കാൾ. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഔലിയാക്കളോട് സഹായം ചോദിക്കേണ്ടത്? കണ്ഠനാടിയേക്കാൾ അടുത്ത് ആരുണ്ട്? ഈ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇവന് പെട്ടെന്നൊരു വയറുവേദന വന്നത്. നേരെ ഓടുന്നത് ആസ്ത്രീ തന്നെ പോകണം, അവിടെയാണ് നല്ല ട്രീറ്റ്മെന്റ്. എന്തേ? കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള അള്ളാനേക്കാൾ വലുതാണോ ആസ്റ്ററിലിരിക്കുന്ന പുരുഷോത്തമൻ ഡോക്ടർ? ആണോ? ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഡോക്ടറത്തെ അതെ ഭൗതികമായ കാര്യങ്ങളൊന്നും അള്ളാനെ കൊണ്ട് മാറ്റാൻ പറ്റൂലേ? അള്ളാഹ് ആത്മീയമായതൊക്കെ എന്നോട് ചോദിച്ചോ, ഭൗതികമായതൊക്കെ നാട്ടുകാരോട് ചോദിച്ചോ? അങ്ങനെയാണോ ഇസ്ലാം? ഭൗതികവും അഭൗതികവും എല്ലാം എവിടെന്ന് മാത്രം? അല്ലാഹുവിൽ മാത്രം. ഡോക്ടർക്ക് സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ എന്റെ രോഗം മാറ്റാൻ? ഏത് ഡോക്ടർ ഇടപെട്ടാലും രോഗം മാറ്റുന്നവനാരാ? ഇനി ആത്മീയമായ വഴിയിലേക്ക് വരുമ്പോ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടാലും രോഗം മാറ്റുന്നതാരാ? അല്ലാഹ്. ആ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കിയാൽ മതി അല്ലെ? ഔലിയാക്കളുടെ അടുത്ത് പോകണം എന്തിനാ? ചോദിച്ചാൽ മതി. ഡോക്ടറുടെ അടുത്ത് പോകണം എന്തിനാ? നിനക്ക് വീട്ടിലിരുന്നിട്ട് അള്ളാനോട് ചോദിച്ചാൽ പോരെ? അള്ളാഹ് കണ്ട നാടിയേക്കാൾ അടുത്തല്ലേ? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ്. അതൊക്കെ തൗഹീദിന്റെ അങ്ങേയറ്റമാണ് മക്കളെ. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാനോടാണ് എന്നിട്ട് ചോദിക്കണത്? ആണോ?
ശരിക്കും ചെരുപ്പ് പോളിഷ് ചെയ്യാനും ഞാൻ ആരോടാ പറയേണ്ടത്? എൻ്റെ റബ്ബിനോടാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് പോളിഷ് ചെയ്ത് തന്നാലും യഥാർത്ഥത്തിൽ അതെനിക്ക് ചെയ്തു തരുന്നവൻ ആരാണ്? എൻ്റെ റബ്ബാണ്. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ അള്ളാഹ് ഹിദായത്തിന്റെ ബാബ് തുറന്നു തരണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങളെ ബറകത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറപ്പനാ ലാ ഇലാഹ നമ്മള് സ്വഹാബുൽ ബദരീങ്ങൾ 313 സ്വഹാബത്തിന്റെ പേര് ഇൻഷാ അല്ലാഹ് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ കയ്യുയർത്തി ദ്വാരക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഓരോ പേരുകൾക്ക് ശേഷവും റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹ് തൃപ്തിപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹു ചൊല്ലുക. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാത്മാക്കളായ സ്വഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമാറാകട്ടെ. വദക്കറ الشيخ الدواني رحمه الله أنه سمع من مشايخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر رضي الله عنهم. وقال مجرب وقال غيره إن كثيرا من الأولياء لم تحصل له الولاية إلا بقراءة أسمائهم والتوسل بهم. فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد وسيدنا أبي بكر رضي الله عنه وعمر رضي الله عنه وعثمان رضي الله عنه وعلي رضي الله عنه وطلحة رضي الله عنه والزبير رضي الله عنه وعبد الرحمن رضي الله عنه سيدنا سعد رضي الله عنه وسعيد رضي الله عنه وأبي عبيدة رضي الله عنه والأخنس رضي الله عنه والأرقم رضي الله عنه وسيدنا أنس رضي الله عنه سيدنا إياس رضي الله عنه سيدنا أنيس رضي الله عنه سيدنا إياس رضي الله عنه سيدنا أنس رضي الله عنه سيدنا أبي رضي الله عنه سيدنا سعد رضي الله عنه سيدنا أوس رضي الله عنه سيدنا أوس رضي الله عنه سيدنا بلال رضي الله عنه سيدنا بجير رضي الله عنه سيدنا بحات رضي الله عنه سيدنا بسبسة رضي الله عنه سيدنا البراء رضي الله عنه سيدنا بشير رضي الله عنه سيدنا بشير رضي الله عنه سيدنا تميم رضي الله عنه سيدنا تميم رضي الله عنه سيدنا تميم رضي الله عنه سيدنا ثقف رضي الله عنه سيدنا ثعلبة رضي الله عنه سيدنا ثابت 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 رضي الله عنه سيدنا ثعلبة رضي الله عنه سيدنا ثعلبة رضي الله عنه سيدنا جبر رضي الله عنه سيدنا جابر رضي الله عنه سيدنا جبير رضي الله عنه سيدنا جابر رضي الله عنه سيدنا جبار رضي الله عنه سيدنا حمزة رضي الله عنه سيدنا حاتم رضي الله عنه سيدنا حاتم رضي الله عنه سيدنا الحسين رضي الله عنه سيدنا الحارث 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 رضي الله عنه سيدنا حارثة رضي الله عنه سيدنا حارثة رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا حريث رضي الله عنه سيدنا الحباب رضي الله عنه سيدنا حبيب رضي الله عنه سيدنا حرام رضي الله عنه سيدنا حمزة رضي الله عنهم عليهم رضاء بل عطايا ورحمة ونعم وآلاء من الحق تسرع صلاة على المصطفى المختار في خير البرية وفي ساداتنا خالد رضي الله عنه وسيدنا خباب رضي الله عنه سيدنا خباب رضي الله عنه سيدنا خنيس رضي الله عنه سيدنا خريم رضي الله عنه سيدنا خولي رضي الله عنه وسيدنا خوات رضي الله عنه سيدنا خداش رضي الله عنه سيدنا خراش رضي الله عنه سيدنا خارجة رضي الله عنه سيدنا خلاد 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 رضي الله عنه سيدنا خالد رضي الله عنه سيدنا خليد رضي الله عنه سيدنا خليفة رضي الله عنه وسيدنا خبيب رضي الله عنه سيدنا ذي الشمال رضي الله عنه سيدنا ذكوان رضي الله عنه سيدنا ربيعة رضي الله عنه
وسيدنا ربيعي رضي الله عنه سيدنا رفاعة رضي الله عنه سيدنا رافع رضي الله عنه وسيدنا رافع رضي الله عنه سيدنا رافع رضي الله عنه سيدنا رافع رضي الله عنه سيدنا رافع رضي الله عنه وسيدنا رفاعة رضي الله عنه سيدنا رفاعة رضي الله عنه سيدنا رفاعة رضي الله عنه سيدنا راشد رضي الله عنه وسيدنا الربيع رضي الله عنه سيدنا رغيلة رضي الله عنه سيدنا زيد رضي الله عنه سيدنا زيد رضي الله عنه وسيدنا زيد رضي الله عنه سيدنا زياد رضي الله عنه سيدنا زياد رضي الله عنه سيدنا زياد رضي الله عنه سيدنا زيد رضي الله عنه وسيدنا زيد رضي الله عنه سيدنا زيد رضي الله عنه سيدنا السابع صائب رضي الله عنه سيدنا سالم رضي الله عنه سيدنا صبرة رضي الله عنه سيدنا سنان رضي الله عنه وسيدنا سهيل رضي الله عنه سيدنا صهيبة رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه وسيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه وسيدنا سلمة رضي الله عنه سيدنا سلمة رضي الله عنه سيدنا سلمة رضي الله عنه سيدنا سالم رضي الله عنه وسيدنا سهل رضي الله عنه سيدنا سهل رضي الله عنه سيدنا سهل رضي الله عنه سيدنا سهل رضي الله عنه وسيدنا سهيل رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه وسيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سماك رضي الله عنه سيدنا سفيان رضي الله عنه وسيدنا سراقة رضي الله عنه سيدنا سراقة رضي الله عنه سيدنا سليم رضي الله عنه سيدنا سليم رضي الله عنه سيدنا سليم رضي الله عنه وسيدنا سليم رضي الله عنه سيدنا صليط رضي الله عنه سيدنا سنان رضي الله عنه سيدنا سواد رضي الله عنه وسيدنا سواد رضي الله عنه سيدنا شجاع رضي الله عنه سيدنا شباس رضي الله عنه سيدنا شريك رضي الله عنه وسيدنا صفوان رضي الله عنه سيدنا صهيب رضي الله عنه سيدنا صبي رضي الله عنه وسيدنا صيفي رضي الله عنه سيدنا الضحاك رضي الله عنه سيدنا الضحاك رضي الله عنه سيدنا لمرة رضي الله عنه وسيدنا طليب رضي الله عنه سيدنا الطفيل رضي الله عنه سيدنا الطفيل رضي الله عنه سيدنا الطفيل رضي الله عنه عليهم ثناء بل هناء وعزة ونور وأضواء تضيء وتلمع صلاة على المصطفى المختار خير البرية سيدنا عبد رضي الله عنه سيدنا عبيدة رضي الله عنه سيدنا عمير رضي الله عنه سيدنا عمر رضي الله عنه سيدنا عبد الله 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 رضي الله عنه سيدنا عياض رضي الله عنه سيدنا عثمان رضي الله عنه سيدنا عقبة رضي الله عنه سيدنا عقبة رضي الله عنه سيدنا عكاش رضي الله عنه سيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه سيدنا عمار رضي الله عنه سيدنا عمرو 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 رضي الله عنه سيدنا عمار رضي الله عنه سيدنا ويس وبيمن رضي الله عنه سيدنا عباد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبد الرحمن رضي الله عنه سيدنا عبد الله 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 رضي الله عنه سيدنا عاصم رضي الله عنه سيدنا عاصم رضي الله عنه سيدنا عاصم رضي الله عنه سيدنا عوف رضي الله عنه سيدنا عمر 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 رضي الله عنه سيدنا أبي رضي الله عنه سيدنا عبد ربه رضي الله عنه سيدنا عبد الدار رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عمرو 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 رضي الله عنه سيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه سيدنا عيد رضي الله عنه سيدنا عاصم رضي الله عنه سيدنا عصمت رضي الله عنه سيدنا أسيمة رضي الله عنه سيدنا عبس رضي الله عنه سيدنا عباد رضي الله عنه سيدنا عباد رضي الله عنه سيدنا عبد الله 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 رضي الله عنه سيدنا عتبة 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 رضي الله عنه سيدنا عقبة رضي الله عنه
وسيدنا عقبة رضي الله عنه سيدنا اللجنان رضي الله عنه سيدنا عدي رضي الله عنه سيدنا عطية رضي الله عنهم عليهم سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية سيدنا غنام رضي الله وسيدنا فاكه رضي الله وسيدنا فروة رضي الله وسيدنا قدامة رضي الله وسيدنا قتادة رضي الله وسيدنا كتبة رضي الله وسيدنا قيس رضي الله وسيدنا قيس رضي الله وسيدنا قيس رضي الله وسيدنا كعب رضي الله وسيدنا كعب رضي الله وسيدنا وليد رضي الله وسيدنا محجع رضي الله وسيدنا مالك رضي الله وسيدنا مالك رضي الله وسيدنا بداج رضي الله وسيدنا مصعب رضي الله وسيدنا معمر رضي الله وسيدنا مرصد رضي الله وسيدنا مقداد رضي الله وسيدنا مستحي رضي الله وسيدنا مسعود رضي الله وسيدنا محرز رضي الله وسيدنا معتب رضي الله وسيدنا معين رضي الله وسيدنا مبشر رضي الله وسيدنا محمد رضي الله وسيدنا منذر رضي الله وسيدنا منذر رضي الله وسيدنا مالك رضي الله وسيدنا مالك رضي الله وسيدنا معين رضي الله وسيدنا معتب رضي الله وسيدنا معتب رضي الله وسيدنا مسعود رضي الله سيدنا معبد رضي الله سيدنا معبد رضي الله وسيدنا معاذ رضي الله وسيدنا معاذ رضي الله سيدنا معاذ رضي الله سيدنا معاذ رضي الله سيدنا معاذ رضي الله سيدنا مالك رضي الله سيدنا مالك رضي الله سيدنا مالك رضي الله سيدنا مالك رضي الله سيدنا مسعود رضي الله سيدنا مسعود رضي الله سيدنا مسعود رضي الله سيدنا مسعود رضي الله وسيدنا مجدد رضي الله وسيدنا معبد رضي الله سيدنا معبد رضي الله وسيدنا معقل رضي الله وسيدنا منذر رضي الله سيدنا محرر رضي الله وسيدنا مليل رضي الله وسيدنا نظر رضي الله وسيدنا نعمان رضي الله سيدنا 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 نعيمان رضي الله سيدنا نوفل رضي الله عنهم وبسيدنا واقد رضي الله عنه سيدنا وهب رضي الله عنه سيدنا وهب رضي الله عنه سيدنا وديعة رضي الله عنه سيدنا وذكة رضي الله عنه سيدنا هاني رضي الله عنه سيدنا هبيل رضي الله عنه سيدنا هلال رضي الله عنه سيدنا يزيد 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 رضي الله عنه سيدنا أبي سنان رضي الله عنه سيدنا أبي مرثد رضي الله عنه سيدنا أبي مخشي رضي الله عنه سيدنا أبي قبشة رضي الله عنه سيدنا أبي سلمة رضي الله عنه سيدنا أبي صبرة رضي الله عنه سيدنا أبي حذيفة رضي الله عنه سيدنا أبي عقيل رضي الله عنه سيدنا أبي عبس رضي الله عنه سيدنا أبي الهيثم رضي الله عنه سيدنا أبي ملير رضي الله عنه سيدنا أبي لبابة رضي الله عنه سيدنا أبي حنة رضي الله عنه سيدنا أبي حبة رضي الله عنه سيدنا أبي اللياح رضي الله عنه سيدنا أبي شيخ رضي الله عنه سيدنا أبي دجانة رضي الله عنه سيدنا أبي طلحة رضي الله عنه سيدنا أبي اللعب رضي الله عنه سيدنا أبي أيوب رضي الله عنه سيدنا أبي حبيب رضي الله عنه سيدنا أبي قيس رضي الله عنه سيدنا أبي خلاد رضي الله عنه سيدنا أبي خارجة رضي الله عنه سيدنا أبي سرمة رضي الله عنه سيدنا أبي خزيمة رضي الله عنه سيدنا أبي قتادة رضي الله عنه سيدنا أبي داود رضي الله عنه سيدنا أبي صليت رضي الله عنه سيدنا أبي حسن رضي الله عنه سيدنا أبي اليسر رضي الله عنه سيدنا أبي مسعود رضي الله عنهم عليهم سلام والهدايا وبهجة بلا أما دام الشمس تجري وتطلع صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البر وبالسائر الصحابة أجمعين رضوان الله تعالى عنهم من تحفظنا من جميع البلايا والشرور وأن تورثنا بقضاء حاجاتنا الفرح والسرور وأن تجعلنا من عبادك الصالحين يوم القضاء والنشور وصلى الله على سيدنا محمد وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون رضي الله عن أهل البدر رضي الله عن شهدائي رضي الله رضي الله عن شهدائي رضي الله عن أهل البدر رضي الله عن شهدائي
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله صلاة الله سلام الله على لا إلهي ناجنا واكشف جميع أذية واصرف مكائد العدا والتوف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب لا إلهي نفس الكربا عن العاصين والعطبا وكل بلية ووباء بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب لا فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله على ياسين حبيب لا وكم أغنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله على طه صلاة الله سلام الله على ياسين حبيب لا فلا تردود مع الخيبة بل اجعلنا على الطيبة أيا ذا العز والهيبة بأهل البدر يا الله صلاة سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وإن تردود فمناتي لنيل جميع حاجاتي أيا جال الملمات بأهل البدر يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب لا إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله صلاة الله سلام الله
صلاة الله سلام الله على لا إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدر يا الله صلاة الله على طه رسول الله صلاة الله على ياسين حبيب الله وصل على النبي البري بلا حد ولا حصر وآل سادة غر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله على ياسين حبيب الله. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇരുന്നു വിളിച്ചാൽ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. നമ്മുടെ നാളത്തെ ബറക്കത്തിന്റെ ഭക്ഷണത്തിലേക്ക് ഹദിയ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ ആഴ്ച ഓപ്പറേഷന് വിധേയനാകുന്ന ഒരു സഹോദരന്റെ അസുഖം പൂർണ്ണമായി മാറാൻ പ്രത്യേകം ദുആ വസിയത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആജിലും കാമിലുമായ ശിഫാ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടൊരു സഹോദരൻ ഇന്ന് സർജറിക്ക് വിധേയനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ മറ്റൊരു സഹോദരനും പ്രയാസത്തിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആജിലും കാമിലുമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരന്റെ അസുഖം പൂർണ്ണമായി ശിഫയാകുന്നതിനും റിസൾട്ട് അനുകൂലമാകാനും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാനും വേണ്ടി മൗലിദ് സദസ്സിലേക്ക് ചായയും പലഹാരവും ഒക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകം ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൈറായ നിലക്ക് അല്ലാഹു റിസൾട്ട് അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. ആജിലും കാമിലുമായ ശിഫ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട ബാപ്പയുടെ 11ാമത്തെ ആണ്ട് ദിനമാണിന്ന്. ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട പിതാവിന് വേണ്ടിയും കേസുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഒഴിവാകാനും വീട്ടിലെല്ലാവിധ ബറക്കത്ത് ലഭിക്കാനും പ്രത്യേക ദുആ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഷർറുകളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട ബാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്യാനും ഖബറിടം വിശാലമാകാനും കുടുംബത്തിന് ഐശ്വര്യം ബറക്കത്ത് ലഭിക്കാനും മകളുടെ വിവാഹം എളുപ്പമാകാനും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഹൈറായ ഇണയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട ബാപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരനും വേണ്ടി ദുആ ചെയ്യാനും അസുഖങ്ങൾ ശിഫയാകുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും സഹോദരിക്കും വേണ്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട കാരണവന്മാർക്ക് വേണ്ടി ദുആ വസിയത്തുണ്ട്. കുടുംബത്തിലും ബിസിനസ്സിലും ഒക്കെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി 500 രൂപ പള്ളിയിലേക്ക് ഹദിയ നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പള്ളിയിലെ AC സർവീസ് ചെയ്തു തന്ന സഹോദരന്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും നാളെ ഖബറിലും ബർസഖിലും ആ തണുപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ബദർ ദിനത്തിലേക്ക് അരിയും പൈസയും ഒക്കെ തന്ന് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റുമാറാകട്ടെ. കച്ചവടങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന മക്കളുടെ പഠനത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള സന്താനങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊരു സഹോദരൻ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിൽ നിയ്യത്താക്കി ഒരു ഖത്ത് ഓതിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹദ്റത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അവരുടെയും നമ്മുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അവരിൽ നിന്നും നമ്മിൽ നിന്നും മരണപ്പെട്ടവരുടെ ബർസഖ് അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന
സഹോദരന് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ കാരുണ്യവാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഭാര്യയ്ക്കും കുഞ്ഞിനും അസുഖം ശിഫയാകുന്നതിന് വേണ്ടി 313 രൂപ ഹദിയ നൽകിയിട്ടുണ്ട്. അള്ളാഹു ആജിലും കാമിലുമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എരമങ്കരയിൽ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം, ഒരുപാട് ആളുകൾക്ക് മഞ്ഞപ്പിത്തമുണ്ട് അല്ലേ? അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. ഒരു സമയത്തൊക്കെ ഒന്ന് ശിഫയായി വന്നതായിരുന്നു, വീണ്ടും പടർന്നു പിടിക്കാൻ കരുണക്കടലായ റബ്ബ് അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസുഖബാധിതർക്ക് അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വിജയം ലഭിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൽബ് തുറന്ന് ഈമാൻ ലഭിക്കാനും കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാ കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈമാനികമായ സന്തോഷം അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ ഐശ്വര്യവും ബറക്കത്തുണ്ടാകാനും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും അതുപോലെ SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാനും 313 രൂപ അള്ളാഹു അവരുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ദിവസങ്ങൾ റമദാൻ എല്ലാ ദിവസവും സാധ്യതയുണ്ടെന്നാണ്. അതിൽപ്പെട്ട വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് 17-ാം രാവ്. ലൈലത്തുൽ ഖദറിന് സാധ്യത ഉണ്ട് എന്ന് പോലും പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നാണെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചെറിയ നിലക്കുന്ന ദ്വാരക്ക് ഒരു 3 സ്വലാത്ത് എല്ലാവരും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെയും അസ്ഹാബുൽ ബദരീങ്ങളുടെയും മദ്ഹുകൾ ചൊല്ലിയത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ന്യൂനതകൾ പരിഹരിച്ചു നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. റമളാൻ പ്രതികൂലമാകുന്ന ഭാഗ്യഹീനരിൽ നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, മുസ്ലിം ഉമ്മത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. മുസ്ലിം ലോകത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. ഫലസ്തീനിലെ അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളിലെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സമാധാനം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട മഅദനി ഉസ്താദ് അസുഖബാധിതനാണെന്ന് അറിയിച്ചിട്ടുണ്ട്, നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാഹ്. വീണ്ടും പ്രതിസന്ധിയിലാണെന്ന് അറിയിച്ചു, നീ ആജിലും കാമിലുമായ സൗഖ്യം നൽകണേ അല്ലാഹ്. അങ്ങനെ ഉമ്മത്തിന് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച ആരെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ടോ അവരുടെ പ്രയാസങ്ങളെല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് നീ അകറ്റണേ അല്ലാഹ്. സമാധാനവും സന്തോഷവും നിലനിർത്തണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പദവി നൽകണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും ഖൽബറിയുന്ന നാഥ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. യാ റബ്ബനാ, സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം നീ നൽകണേ അല്ലാഹ്. സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അവരുടെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സമാധാനം നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. ഛിദ്രതകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാഹ്. ശോഭനമായ ഭാവി നൽകണേ അല്ലാഹ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വഴികേടുകളിലേക്ക് ഞങ്ങൾ അറിയാതെ പോലും ഞങ്ങളുടെ പൊന്നുമക്കൾ പെട്ടുപോകുന്നുണ്ട്. അവിടെയെല്ലാം അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ നീ നൽകണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, മക്കൾ നിമിത്തം കരയേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാഹ്. നാണം കെടുന്നൊരവസ്ഥ നൽകല്ലേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അഭിമാനം നൽകണേ അല്ലാഹ്. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാഹ്. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ
നൽകണേ അല്ലാ. പടച്ചവനെ, പരീക്ഷ എഴുതുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നീ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. യാ റബ്ബനാ, സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടക്കെണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റബ്ബേ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന് വില പറയുന്നൊരവസ്ഥ നൽകല്ലേ അല്ലാ. പടച്ചവനെ, ഇസ്സത്ത് നൽകണേ അല്ലാ. മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരു ഗതികേട് നൽകല്ലേ അല്ലാ. റബ്ബനാ, നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഫദീഹത്തിലാക്കല്ലേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. ഉള്ള ഭവനത്തിൽ സമാധാനം നൽകണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ, നിന്റെ ഔദാര്യം കൊണ്ട് പടച്ചവനെ, സുഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ എല്ലാം നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ മദത് കൊണ്ട് യാ റബ്ബനാ, പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ കബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വിശിഷ്യ ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും കബർ നീ വെളിച്ചമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം കബറിൽ വിശാലത നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഈ സദസ്സിലേക്ക്, ഭക്ഷണത്തിലേക്ക് ഹദിയകൾ ചെയ്ത ധാരാളം ആളുകളുണ്ട്. അരി ഹദിയ ചെയ്തവർ, അല്ലാതെ മറ്റു പല വിഷയങ്ങളും ഹദിയ ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. അസ്ഹാബുൽ ബദരീങ്ങളുടെ മദത് നൽകണേ അല്ലാ. അവരുടെ എല്ലാ മേഖലകളിലും ബദരീങ്ങളുടെ കാവൽ നൽകണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ, ആരാരും തുണയില്ലാത്ത സമയത്ത്, പെറ്റുമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത്, പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പോലും തിരിഞ്ഞു നോക്കാത്ത സമയം, ഇണകൾക്കും സന്താനങ്ങൾക്കും വേണ്ടാത്ത സമയം, ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന ഹബീബേ ഖുദാ, താജ്ദാരേ മദീന, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. അവിടുത്തെ ഹൗദിന്റെ കരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നൂറ് മുഹമ്മദിൽ ലയിച്ചിരുന്ന് നിന്നെ ദർശിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ തിരുദർശനം നൽകണേ അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. ഈ മഹല്ലിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. ചിത്രതകളിൽ നിന്ന് കാവലേകണേ അല്ലാ. ആരെങ്കിലും ചിത്രതയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയും നന്നാക്കി ഞങ്ങളിലേക്ക് ചേർത്തു നിർത്തണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്. നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് നീ കാവലേകണേ അല്ലാ. സർജറി കഴിഞ്ഞവരുണ്ട്, പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. എല്ലാത്തിലുമുപരി ഖൽബിന്റെ രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. നിന്നെ കാണാൻ പറ്റുന്ന ഖൽബാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.